നമ്മൾ നല്ല കടുപ്പത്തിലുള്ളൊരു ചായ കൽപ്പറ്റയിൽ നിന്ന് കുടിച്ചു. എനിക്കൊപ്പം സിദ്ദിഖ് എം.എൽ.എ ഉണ്ട്. അരിപ്പത്തിരി ഇഷ്ടമാണോ? അരിപ്പത്തിരി ചേട്ടാ, നമുക്ക് 2 അരിപ്പത്തിരി എടുത്തോളാം. ചൂടോടുകൂടി 2 അരിപ്പത്തിരി. അരിപ്പത്തിരി ഇവിടെ ചുട്ട അരിപ്പത്തിരി. നല്ല ചേട്ടനാണ് അരിപ്പത്തിരി ഉണ്ടാക്കുന്നത് അല്ലേ? എങ്ങനെ അരിപ്പത്തിരിയുടെ ഒരു റെസിപ്പി? അരിപ്പത്തിരി അരിപ്പൊടിയാണ്. അരിപ്പൊടി വാട്ടി എണ്ണയിലിട്ട് നല്ല ഫ്രൈ ആയിട്ട് എടുക്കും അല്ലേ? അരിപ്പത്തിരി കാണുമ്പോൾ തന്നെ കണ്ടോ, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾക്ക് ഒന്ന് മതി. അതെ, ഞങ്ങള് എന്താണ് വിദ്വേഷത്തിന്റെ കടയിൽ നിന്ന് സ്നേഹത്തിന്റെയും അരിപ്പത്തിരി സ്നേഹത്തിന്റെ കട തുറക്കുന്നു എന്ന് പറഞ്ഞതുപോലെ സ്നേഹത്തിന്റെ രുചിയുള്ള ഭക്ഷണം കഴിക്കുക. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുമല്ലേ, നമ്മൾ വയനാട് മണ്ഡലത്തിലെ കൂടി ഒന്ന് വന്നാൽ നമുക്കൊരു 5 മിനിറ്റ് കാര്യങ്ങൾ അവസാനിപ്പിച്ചാൽ ഫ്രീ ആക്കാം. തിരക്കുണ്ടെന്ന് എനിക്കറിയാം. ഒട്ടേറെ പരിപാടികൾ നടക്കാൻ തോന്നുന്നു എം പിയുടെ അല്ലേ? എനിക്കൊന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ MP ഫണ്ട് ചെലവഴിച്ചത് 17 കോടിയേ ഉള്ളൂവെങ്കിൽ പോലും മറ്റു ഫണ്ടുകൾ കൂടി ഉൾപ്പെടുത്തി ഏറ്റവും കൂടുതൽ ഫണ്ട് ചെലവഴിച്ച മണ്ഡലം കൽപ്പറ്റ വയനാട്. ഞാൻ പറയാം, ഒന്ന് ജെബി മേത്തർ, അമി യാഗ്നിക്, ഖേൽക്കർ ഉൾപ്പെടെയുള്ള വിവിധ MP-മാരുടെ ഫണ്ടുകൾ, രാജ്യത്തുള്ള പാർലമെന്റ് രാജ്യസഭാ MP-മാരുടെ ഫണ്ടുകൾ ഇവിടെയുള്ള ഈ കോവിഡ് സമയം മുതൽ വിവിധ മേഖലകളിലേക്ക് പൂൾ ചെയ്തു. അതിൻ്റെ കൂടെ രാഹുൽ ഗാന്ധിയുടെ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള CSR ഫണ്ടുകൾ, അനുബന്ധ ഫണ്ടുകൾ എല്ലാം ഇങ്ങോട്ട് ഒഴുകി. ഇപ്പോൾ ഇന്ന് ഞങ്ങൾ കാലത്ത് 9:15 ഈ വയനാട് ജില്ലയിലെ, വയനാട് പാർലമെന്റ് അല്ല, വയനാട് ജില്ലയിൽ മാത്രമുള്ള 10 അംഗനവാടികൾ, സ്മാർട്ട് അംഗനവാടികൾ, ഞങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയാത്തതാണ്. 10 സ്മാർട്ട് അംഗനവാടികൾ ഉദ്ഘാടനം ചെയ്യാൻ രാഹുൽ ഗാന്ധി കൊണ്ടുവന്നതായിരിക്കുന്നത് CSR ഫണ്ടാണ്. ആ 10 സ്മാർട്ട് അംഗനവാടികളും 2 നിലയുണ്ട്, അതിമനോഹരമായി ക്രമീകരിച്ചിട്ടുണ്ട്, എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ഉണ്ട്. അവിടെ കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും അവിടെ കാണാൻ പറ്റും. പ്ലേ ഗ്രൗണ്ട് ഉണ്ട്, ഹൈ ഫെസിലിറ്റിയാണ്. ഞങ്ങൾക്ക് ആലോചിക്കാൻ പറ്റാത്തതാണ്. ഞങ്ങളെ ജില്ലയിലുള്ളതായിരിക്കുന്ന എല്ലാ അംഗനവാടികളും രാഹുൽ ഗാന്ധി സ്മാർട്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ വലിയ ചേഞ്ചാണ്. പിന്നെ 2 ദിവസം കഴിഞ്ഞാൽ ഇവിടെയുള്ള പ്രൈമറി ഹെൽത്ത് സെന്ററുകൾക്ക് വലിയ രീതിയിൽ അദ്ദേഹം വാഹനം കൊടുത്തിട്ടുണ്ട്. ആ വാഹനങ്ങൾ ഒന്നിച്ച് ഉദ്ഘാടനം നിർവഹിക്കപ്പെടുകയാണ്. എൻ്റെ നിയോജക മണ്ഡലത്തിൽ മുട്ടിൽ പ്രൈമറി ഹെൽത്ത് സെന്റർ, വെങ്ങപ്പള്ളി പ്രൈമറി ഹെൽത്ത് സെന്റർ, തരിയോട് പ്രൈമറി ഹെൽത്ത് സെന്റർ, 3 വാഹനം എൻ്റെ നിയോജക മണ്ഡലത്തിൽ മാത്രമുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യം ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ കൈത്താങ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഭവന നിർമ്മാണ പദ്ധതി, ആ ഭവന നിർമ്മാണ പദ്ധതിയിൽ ഒരു 10-25ഓളം ആളുകൾക്കുള്ളതായിരിക്കുന്ന ഭവനങ്ങൾ വീണ്ടും 5ാമത്തെ 6ാമത്തെ തവണയാണ് സ്ലോട്ട് വരുന്നത്, കൊടുക്കാൻ പോവുകയാണ്. താഴെ തിരുവമ്പാടി, നിലമ്പൂർ, വണ്ടൂർ, ഏറനാട് അവിടങ്ങളിൽ സമാനമായ രീതിയിൽ വേറെയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ MP ഫണ്ട് 100%-ലധികമാണ് അദ്ദേഹത്തിൻ്റെ എക്സ്പെൻഡിച്ചർ ആയിട്ടുള്ളത്. അങ്ങനെ എക്സ്പെൻഡിച്ചർ ആയിട്ടുള്ള ഒരു MP വേറെ ഉണ്ടാവില്ല. ഇവിടെ വരുന്ന സമയത്ത് ദിശ മീറ്റിംഗ് കൃത്യമായി വിളിക്കും. സെൻട്രൽ ഗവൺമെന്റ് പ്രോജക്ട്സ് 3 മണിക്കൂർ അദ്ദേഹം ആ മീറ്റിംഗിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെലവഴിക്കും. ഓരോ ആസ്പെക്റ്റും അത് നോട്ട് ചെയ്യും. അത് ഫോളോ ചെയ്യാൻ അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഒരു സെപ്പറേറ്റ് സിസ്റ്റം ഉണ്ട്. ദിശ മീറ്റിംഗ്, സെൻട്രൽ ഓറിയന്റഡ് ആയിട്ടുള്ള പ്രോജക്ട്സ് സമയാസമയം ഞങ്ങളുടെ ഒരു അവലോകനമുണ്ട്. ഫൈനൽ അവലോകനം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കലക്ടറുടെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് നടക്കും. എല്ലാം കറക്റ്റ് ഫോളോ. MP-യുടെ ഓഫീസ് വളരെ സജീവമായി. MP-യുടെ സാന്നിധ്യം പല കാരണങ്ങളല്ല, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രാഷ്ട്രീയ കാരണങ്ങൾ തന്നെയാണ്. വളരെ ദേശീയ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന രാഹുൽ ഗാന്ധിക്ക് ചിലപ്പോൾ മണ്ഡലങ്ങളിൽ തുടർച്ചയായിട്ട് എത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട്. പക്ഷെ അപ്പോഴും എമർജൻസി സാഹചര്യങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ടത് യാത്ര നിർത്തിവെച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. കഴിഞ്ഞ തവണ 4 ലക്ഷമായിരുന്നു, പക്ഷേ ഇത്തവണ മത്സരിക്കാൻ പോകുന്നത് ആനി രാജയാണ്. ഞങ്ങൾ അതിലൊരു കാര്യം പറയാം. രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വരുമ്പോൾ രാഹുൽ ഗാന്ധിയെ കുറിച്ചുള്ളതായിരിക്കുന്ന ഒരു പിക്ചർ ജനങ്ങൾക്കില്ല. ദേശീയതല നേതാവും കോൺഗ്രസ് നേതാവും നെഹ്റു കുടുംബം ഒരു വലിയതായിരിക്കുന്ന ഒരു പെർസെപ്ഷനുണ്ട്. പക്ഷെ വന്നു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, അദ്ദേഹത്തിന്റെ പദ്ധതികൾ, അദ്ദേഹത്തിന്റെ ചേർത്ത് നിർത്തൽ, അവസാനം കർണാടക ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് 15 ലക്ഷം രൂപ അദ്ദേഹം ചാലികതയിലെ അജീഷ് കാട്ടാന ബേലൂർ മഗ്ന എന്ന് പറയുന്ന കർണാടകയിൽ നിന്നുള്ളതായിരിക്കുന്ന റേഡിയോ കോളർ ധരിപ്പിച്ചതായിരിക്കുന്ന ആന വന്ന് അദ്ദേഹത്തിന്റെ നെഞ്ചിൽ ചവിട്ടി ചുഴറ്റി എറിഞ്ഞു കൊലപ്പെടുത്തിയപ്പോൾ ആ വീട്ടിൽ ഭാരത് ജോഡോ ന്യായ് യാത്ര നിർത്തിവെച്ച് അദ്ദേഹം വന്നു, കുടുംബത്തിന്റെ കൂടെ ചേർന്ന് നിന്നു. അന്ന് തന്നെ പോളിന്റെ വീട്ടിൽ മറ്റുള്ളിടത്തൊക്കെ പോയി 15 ലക്ഷം രൂപ കൊടുക്കാൻ കർണാടക ഗവൺമെന്റുമായി ചർച്ച. ആ കുടുംബം കൊടുത്ത നിവേദനമാണ്. അവിടെ അത് രാഷ്ട്രീയ വിവാദമായപ്പോൾ കുടുംബം പറഞ്ഞു വേണ്ട. അപ്പോഴാണ് രാഹുൽ ഗാന്ധിയുടെ കോള് ഞങ്ങൾക്ക് വരുന്നത്.
ആ കുടുംബത്തെ ഒരു കാരണവശാലും ബുദ്ധിമുട്ടാക്കാൻ പറ്റില്ല, ചേർത്ത് നിർത്തണം. ആ പണം പാർട്ടി കൊടുക്കണം. അത് കൊടുക്കാനുള്ള നടപടിയായി പാർട്ടി കൊടുക്കുകയാണ്. 15 ലക്ഷം പാർട്ടി കൊടുക്കുകയാണ്. ഓരോ തരത്തിലൂടെ ഞാൻ ചോദിക്കുന്നു, ഇപ്പോൾ പ്രൊഫഷണൽ MBBS പഠിക്കുന്ന കുട്ടികൾ, എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന കുട്ടികൾ, വിദേശത്ത് പഠിക്കുന്ന കുട്ടികൾ, എത്ര കുട്ടികളെ രാഹുൽ ഗാന്ധി ബാക്ക് ചെയ്തിട്ടുണ്ട്? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എനിക്ക് അത് തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന രാഹുൽ ഗാന്ധി എന്നൊരു മാറ്റമാണ് 5 വർഷത്തിന് ശേഷം സംഭവിച്ചത്.